ഇറാനെതിരെ തുടർച്ചയായി 13ാം ദിവസവും അമേരിക്കയുടെ വ്യാപകമായ ആക്രമണമാണ് നടക്കുന്നത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇറാന് നേരെ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള കനത്ത ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആക്രമണങ്ങളിൽ ഇതുവരെ 55 പേർ കൊല്ലപ്പെട്ടതായും 629 പേർക്ക് പരിക്കേറ്റതായും ഇറാൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രംപ് എന്നാണോ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറുന്നത്, അന്ന് മാത്രമേ ലോകരാജ്യത്തിന് ഒരു സമാധാനം ഉണ്ടാകുകയുള്ളൂ, അന്ന് മാത്രമേ ഒരു യുദ്ധമെല്ലാം അവസാനിക്കുകയുള്ളൂ. എങ്കിൽ ട്രംപ് ഇങ്ങനെ ആക്രമണം നടത്തിക്കൊണ്ട് ഇരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അമേരിക്കയിലെ ജനങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഇറാനിലെ നഗരങ്ങൾക്ക് നേരെയുള്ള ആക്രമണം പൂർത്തിയാക്കിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. തുറമുഖ നഗരങ്ങൾക്കും ദ്വീപുകൾക്കും പുറമെ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള വിവിധ നഗരങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ബന്ദർ അബ്ബാസിൽ നടന്ന ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കുവൈറ്റിന്റെ വടക്കൻ അതിർത്തിയിലെ അബ്ദലി ചെക്ക് പോസ്റ്റിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് GCC രാജ്യങ്ങൾ രംഗത്തെത്തി. ഇറാൻ ആക്രമിച്ചാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ഇസ്രയേലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ CIA കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്താൻ ഇറാന് റഷ്യൻ സഹായം ലഭിച്ചിരുന്നോ എന്ന കാര്യം അമേരിക്ക അന്വേഷിച്ചു വരികയാണ്. ഇറാന് വലിയ വില നൽകേണ്ടി വരുമെന്നും തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചെങ്കടലിൽ സൗദി കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് പകരമായി ഇറാന്റെ കപ്പലുകളും സ്വത്തുക്കളും പിടിച്ചെടുത്ത് നഷ്ടപരിഹാരം ഈടാക്കാനാണ് ട്രംപിന്റെ നീക്കം. പശ്ചിമേഷ്യയിലേക്കുള്ള വിമാന സർവീസുകൾ തടസ്സപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ US പൗരന്മാരോട് എത്രയും പെട്ടെന്ന് മടങ്ങിയെത്താൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെങ്കിലും ഒരു കരാറിലെത്താൻ അവർ ഒരുക്കമല്ലെന്ന് ട്രംപ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഇസ്രയേലിന്റെ സഹായം ആവശ്യമില്ലെന്നും എന്നാൽ ഇസ്രയേൽ പങ്കാളിയായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. സൗദി US ആണവ കരാറിന്റെ ഭാഗമായി സൗദി അറേബ്യ ഇസ്രയേലിനെ അംഗീകരിക്കണമെന്നും അബ്രഹാം കരാറിൽ ഒപ്പിടണമെന്നും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. സംഘർഷം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. 1.5 മാസത്തിനിടെ ആദ്യമായി ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്നു. ഇത് ഇറക്കുമതി രാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാക്കുന്നുണ്ട്. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി നിലച്ച മട്ടിലാണ്. എന്നാൽ ഒമാൻ അതിർത്തിയിലൂടെ കപ്പൽ കൊണ്ടുപോകുന്നത് തുടരുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. അനധികൃതമായി കപ്പലുകൾ കടന്നുപോയാൽ ശക്തമായി നേരിടുമെന്നും ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബാബുൽ മന്ദബ് വഴിയുള്ള ചരക്കു നീക്കത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കും. ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം തുടരുകയാണ്. കുവൈറ്റിലെ വൈദ്യുതി നിലയങ്ങൾക്കും ജലശുദ്ധീകരണ പ്ലാന്റുകൾക്കും നേരെ ആക്രമണമുണ്ടായി. ചെങ്കടലിൽ 2 സൗദി എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇറാൻ ട്രംപിന് കർശനമായ ഒരു മുന്നറിയിപ്പ് നൽകിയത്. ബുസ്താൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ഹസ്വാവിന്റെ സമീപത്ത് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാന്റെ ഫാസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപിന്റെ ഭീഷണികൾ അദ്ദേഹത്തിന്റെ നിരാശയുടെ ലക്ഷണമാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് മൊസൈൻ റസായി പ്രതികരിച്ചു. ട്രംപിന്റെ ഒരു ഭ്രാന്തൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഷിലാച്ചയിലെ ഷിയ തീർത്ഥാടകർക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണം കടുത്ത പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ്. 2028 US തെരഞ്ഞെടുപ്പിന് മാത്രമാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നും അബ്ബാസ് അറാശി പറയുന്നുണ്ട്.